ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അന്തോണീസ് പുണ്യവാന്റെ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് 1975 ജനുവരി മാസം 7-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു. ഇന്നേ ദിവസം 2025 ജനുവരി 7-ാം തീയതി മറ്റൊരു ചൊവ്വാഴ്ചയായിട്ട് വന്നത് തമ്പുരാൻ്റെ വലിയ കൃപയായി കണക്കാക്കുന്നു. 50 വർഷം തികയുമ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെയും പുണ്യവാന്റെ സജീവ സാന്നിധ്യമായി ഇവിടെ നിലകൊള്ളുന്ന അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് വഴിയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപകൾക്ക്, അത്ഭുതങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, സൗഖ്യങ്ങൾക്ക് ഒക്കെത്തിന് നന്ദി പറയുകയാണ്. ഇന്നേ ദിവസം ഈ ബലി അർപ്പിക്കുവാനായിട്ട്, കൃതജ്ഞതാ ബലി അർപ്പിക്കുവാൻ നമ്മോടൊപ്പം ആയിരിക്കുന്നത് കൊട്ടപ്പുറം രൂപതാധ്യക്ഷൻ അഭിവന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവാണ്. അംബ്രോസ് പിതാവിനെയും മറ്റ് സഹകാർമ്മികരെയും ഒക്കെ നമുക്ക് സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ പ്രത്യേക നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവേശന ഗാനം ആലപിച്ചുകൊണ്ട് ബലിയിലേക്ക് പ്രവേശിക്കാം. ദേവാലയം ദൈവം തിരഞ്ഞെടുത്ത പുണ്യാലയം
പരിശുദ്ധ പുണ്യാലയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമാധാനം നിങ്ങളോടുകൂടെ. സഹകാർമ്മികരായി ഇന്ന് ഈ ബലിപീഠത്തിലായിരിക്കുന്ന പ്രിയങ്കരനായ സുഭാഷച്ച, പ്രിയങ്കരനായ ലിനോച്ച, ബഹുമാനപ്പെട്ട അജയച്ച, നമ്മുടെ ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ റെക്ടറും വികാരിയുമായ ബഹുമാനപ്പെട്ട ബെന്നിയച്ച, സ്നേഹമുള്ള അജയച്ച, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യത്തിൻ്റെ മക്കളെ, ദൈവജനമേ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ഈ ബലിയർപ്പിക്കാം. കഴിഞ്ഞ 50 വർഷക്കാലം വിശുദ്ധ അന്തോണീസിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ നമുക്ക് നിരവധി കൃപകൾ ലഭിച്ചു. വിശുദ്ധൻ്റെ നാവ് പൊന്നാവായിത്തീർന്നു, സുവർണ നാവായിത്തീർന്നതിന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യത്തിൽ നിന്റെ വാക്കുകളാൽ നീ നീതിവൽക്കരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ തന്നെ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധന്റെ നാവ് വിശുദ്ധമായ വാക്കുകൾ കൊണ്ട്, ദൈവം പ്രഘോഷണം കൊണ്ട് അങ്ങനെ വിശുദ്ധിയിലേക്ക് വളർന്നപ്പോൾ ദൈവം ഈ നാവിനെ, ഈ വിശുദ്ധനെ നീതിവൽക്കരിച്ചു. വിശുദ്ധ പൗലോസ്ലീഹായ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ ദുഷിച്ച വാക്കുകളൊക്കെ ഒന്നും തന്നെ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നാവുകളൊക്കെ എന്നും നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ പൗലോസ്ലീഹ ഈ ലേഖനത്തിലൂടെ നമുക്ക് നടത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-ൽ പറയുന്നത്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും അധരങ്ങൾ സംസാരിക്കുന്നു. നമ്മളെല്ലാവരും ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി, നല്ലവരായി സൃഷ്ടിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. നല്ല വാക്കുകൾ പറയുവാനായിട്ട്, കൃപയുടെ വാക്കുകൾ പറഞ്ഞ് ദൈവികമായ അനുഗ്രഹം വാങ്ങുവാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധനെ കുറിച്ച് പറയുമ്പോൾ ദൈവം പ്രഘോഷണം നടത്തി, വചനപ്രഘോഷണം നടത്തി നാവ് പൊന്നാവാക്കിയതുപോലെ നമുക്കും നമ്മുടെ നാവുകൾ വിശുദ്ധമാക്കി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. 3 പ്രാർത്ഥനകൾ ഇന്ന് നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞുമക്കൾക്ക്, പ്രത്യേകിച്ച് സംസാര ശേഷിയില്ലാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധന്റെ ശക്തമായ മാധ്യസ്ഥത്തിൽ അവരെയൊക്കെ അഭിഷേകം ചെയ്ത് സംസാരശേഷി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ നാവുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ട്, നന്മയായിട്ട് സംസാരിക്കുവാനായിട്ട്, നമ്മുടെ ഭവനത്തിൽ നമുക്ക് ചുറ്റുവട്ടമുള്ളവരെ എല്ലാവരെയും നന്മയോടെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം.
നമ്മുടെ വാക്കുകൾ കൊണ്ട്, മൂന്നാമതായിട്ട് വചനം പ്രഘോഷിക്കുവാനായിട്ട്, ഈശോയെ പ്രഘോഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ്റെ നാവിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ നാവുകളെല്ലാം വിശുദ്ധമാക്കി കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സഹോദരനെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ Thank you.